അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ. ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ തജ്വീദിലെ വളരെ സിമ്പിളായ താഉ തഅനീസ്, ഹാഉ സഖത്ത്, ഹാഉ ളമീർ എന്നിവയെ കുറിച്ചാണ്. ഇതിന്റെ മാർക്ക് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താൻ പറ്റും, ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അള്ളാ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഹാവുകൾ അല്ലേ. പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ആവുകൾ ഏതെല്ലാം? തേനീസിന്റെ ഹാഹ്, സക്കത്തയുടെ ഹാഹ്, ലൊമീറിന്റെ ഹാഹ്, ഇങ്ങനെ 3 രൂപത്തിലാണ് വരുന്നത്. ആവു തേനീസ് ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ആവു തേനീസ് ചേർത്തി ഓതുമ്പോൾ ത ആയിട്ട് ഓതണം. എപ്പോഴും സുക്കൂന ഉണ്ടാവുന്ന ഹാഹ് ഏതാണ്? ഹാഹ് വന്നാൽ എപ്പോഴും സുക്കൂനേക്കാരം. ഏതാണ്? സക്കത്തയുടെ ഹാഹിന് എപ്പോഴും സുക്കൂനായിരിക്കും. ഹാവുൽ ലൊമീറിനെ നീട്ടേണ്ടത് എപ്പോൾ? ഹാവുൽ ലൊമീറിന്റെ മുമ്പിലോ പിന്നിലോ ഹറക്കത്താണെങ്കിൽ എന്താവണം? ഹാവുൽ ലൊമീറിനെ ചെറുതായിട്ടൊന്ന് നീട്ടണം. ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാന്. ഇപ്പൊ എക്സാമിന് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് തേനീസിന്റെ ആഹ്, സക്തയുടെ ആഹ്, ലൊമീറിന്റെ ആഹ് എന്നിവ വേർതിരിക്കാൻ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നൽകപ്പെട്ട വാക്കില് അല്ലെങ്കിൽ ഉദാഹരണത്തില് തേനീസിന്റെ ത ഉണ്ടെങ്കിൽ, തേനീസിന്റെ ഹാ ഉണ്ടെങ്കിൽ, അഥവാ ഹാ ത ഉണ്ടെങ്കിൽ, ആ ജുംലയിൽ ആ വാക്കിലോ ഹാത്ത ഉണ്ടെങ്കിൽ എന്തേക്കാം? തേനീസിന്റെ ഹാ ആയിരിക്കും. ഇനി നൽകിയിട്ടുള്ള വാക്കിലെ ഹാഇന് എപ്പോഴും സുക്കൂനാണ് വരുന്നുണ്ടെങ്കിൽ അത് സക്കത്തയുടെ ഹാ ആയിരിക്കും. ഇനി നൽകിയിട്ടുള്ള ഹാഇന് ഹറക്കത്തുകൾ ഉണ്ട്. ഫത്തഹ്, ലൊമ്മ്, കസ്ർ എന്നുള്ള രൂപത്തിൽ ഹറക്കത്തുകൾ ഉണ്ടെങ്കിൽ അത് ലൊമീറിന്റെ ഹാ ആയിരിക്കും. ഇത് മനസ്സിലാക്കി വെച്ചാൽ ഇത് മൂന്നും ഇപ്പൊ നമുക്ക് നൽകപ്പെട്ട ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കോളത്തിൽ അൽക്കാരി, അത്തുമൽക്കാരി, അതുപോലെ അതിനെന്താണ് ഹാഷിയ, കസീറ, മംനു, അവിടൊക്കെ എന്തുണ്ട്? തേനീസിന്റെ ആ ഉണ്ട്, അഥവാ ഹാത്ത ഉണ്ട്. അത് വന്നാൽ എപ്പോഴും തേനീസിന്റെ ഹാ ആയിരിക്കും. രണ്ടാമത്തെ ഉദാഹരണങ്ങൾ നോക്കി. മാഹിയ, ഇക്തദഹ്, മാലിയ, ഇസാബിയ, ഫുള്ള് വാക്കുകളിലും ഹാവ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹാവിനൊക്കെ സുക്കൂനാണ്. സുക്കൂനാണെങ്കിൽ സക്കത്തയുടെ ഹാവുമായിരിക്കും. അതുപോലെ തന്നെ ആ ഹാന് ഫത്തഹോ കസുറോ ലൊമ്മോ ആണെങ്കിൽ, അഥവാ ഹ ഹി, ഇപ്പൊ ലഹു വ ബിഹി, ലഹു അൻഹു ആ രൂപത്തിലാണെങ്കിൽ അത് ലൊമീറിന്റെ ഹാവുമായിരിക്കും. ഇത്ര ഇതിന് മനസ്സിലാക്കേണ്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.